അപ്പോൾ നമ്മുടെ ശ്രീനഗറിലെ ഫസ്റ്റ് ഡേ യാത്ര, അതായത് ഫസ്റ്റ് ഡേ അല്ല, ശ്രീനഗർ ഞങ്ങൾ വൈകുന്നേരമാണ് എത്തിയത്. റെസ്റ്റ് എടുത്ത് അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ പരിമഹൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ തണുപ്പ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലൈമറ്റാണ് തണുപ്പ്. അപ്പോൾ തണുപ്പ് ഒരു പ്രത്യേക ഫീലാണ്. കാരണം ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ അത്ര ആവില്ല, ചൂടെടുത്ത് മനുഷ്യൻ പ്രാന്ത് പിടിക്കും. തണുപ്പാകുമ്പോൾ നമുക്ക് സുഖമായിട്ട്, ഞാൻ ഫ്രണ്ട് സീറ്റിൽ നമ്മുടെ വിൻഡോ ഒക്കെ തുറന്ന്, അത് ഇന്ത്യയിൽ പൊതുവേ കുറവാണ്, വിൻഡോ ഒക്കെ തുറന്ന് നമ്മൾ വെളിയിൽ നിന്ന് പൊല്യൂഷൻ അല്ലാണ്ട് വേറെ ഒന്നും വരില്ല. പക്ഷേ ഇവിടെ പൊല്യൂഷൻ കാര്യങ്ങളൊന്നുമില്ല, നല്ല ശുദ്ധമായ നല്ല കാറ്റായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ദൽ ലേക്ക്, ശ്രീനഗറിലെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് ആയ സ്ഥലമാണ് ദൽ ലേക്ക്. നമ്മളിപ്പോൾ ദൽ ലേക്കിൽ അങ്ങോട്ട് എൻ്റർ ചെയ്തേക്കുമായിരുന്നു. ദൽ ലേക്ക് പക്ഷേ ഞങ്ങൾ ഷിക്കാര റൈഡൊക്കെ ഞങ്ങൾ വൈകുന്നേരമാണ് ചെയ്തത്. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ പരിമഹലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ സൈഡിലൊക്കെ കുറേ ചെറിയ ചെറിയ ഷിക്കാര, നമ്മുടെ ബോട്ട്സ്, അതിൻ്റെ പേരാണ് ഈ ഷിക്കാര എന്ന് പറയുന്നത്, ഷിക്കാര റൈഡ്. ഈ ചെറിയ കുഞ്ഞു ബോട്ട്, അതിൻ്റെ മുകളിൽ നല്ലൊരു റൂഫൊക്കെ വെച്ച് അങ്ങനെ പോവാണ് ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ അവിടെ കാണുന്ന അതൊക്കെയാണ് ഹൗസ് ബോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൗസ് ബോട്ടിൽ നമുക്ക് സ്റ്റേ വേണമെങ്കിൽ അവർ 1 day or 2 day അറേഞ്ച് ചെയ്യും. അതും സെപ്പറേറ്റ് ഫീലാണ്. പക്ഷെ ഞാൻ കേരളത്തിൽ ആലപ്പുഴയിലൊക്കെ ഒരു പ്രാവശ്യം സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സീ സിക്നസ് ഉള്ള കാരണം ഞാൻ അത്രയും താല്പര്യപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ തന്നെയായിരുന്നു സ്റ്റേ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് അവിടെ അതും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവിടെ ഹൗസ് ബോട്ടിലൊക്കെ നമുക്ക് താമസിച്ച് ഒരു നല്ല ട്രിപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത് ശിഖര സ്ഥലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിയ സ്ട്രെച്ചാട്ടോ, എത്രയോ 24-25 കിലോമീറ്റേഴ്സ് സ്ട്രെച്ചാണ് ഈ ഫുൾ ദൽ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നല്ല ഫോഗായിരുന്നു, കാരണം വിൻ്റർ സ്റ്റാർട്ട് ആയിട്ടില്ല അവിടെ. കാരണം വിൻ്റർ സ്റ്റാർട്ടായ സ്നോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഈ ട്രിപ്പ് സ്നോ കിട്ടിയില്ല. ഞാൻ ഡെഫിനറ്റായിട്ട് അടുത്ത ട്രിപ്പ് പോവും സ്നോയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇത് ഫോഗ് കാരണം, തണുപ്പ് കാരണം വ്യൂ അത്രയും ക്ലിയർ ആയിരുന്നില്ല. പക്ഷെ എന്നാലും ആ പോണ യാത്ര ഉണ്ടല്ലോ, ആ നല്ല തണുത്ത കാറ്റ് നമ്മുടെ മുഖത്തോട്ടിങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ നിവിൻ പോളി പറഞ്ഞ പോലെ ചുറ്റുന്നത് വേറെ ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ശ്രീനഗർ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് കുറേ ആയി പ്ലാൻ ചെയ്യണു, നമ്മുടെ കശ്മീർ ട്രിപ്പ്. അപ്പോൾ നമ്മുടെ സിന്ധു കൃഷ്ണ ഇല്ലേ, നമ്മുടെ അഹാന കൃഷ്ണയുടെ അമ്മ. അപ്പോൾ സിന്ധു അമ്മയായിട്ട് അവർ കശ്മീരിൽ പോയായിരുന്നല്ലോ 2 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ സിന്ധു അമ്മയ്ക്ക് മെസ്സേജ് അയച്ചു, എനിക്കിങ്ങനെ കശ്മീർ ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരാളായിരുന്നു, അപ്പോൾ അയാളുടെ നമ്പർ തരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിന്ധു അമ്മ എനിക്ക് നമ്പർ അയച്ചു തന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ നമ്മുടെ സിന്ധു അമ്മ, അത് എടുത്ത് പറയണല്ലോ. കാരണം എല്ലാവർക്കും യൂട്യൂബേഴ്സ് എന്താ പറയുക, അവർക്ക് റിപ്ലൈ അയക്കാതിരിക്കാം, നോക്കാതിരിക്കാം, എന്ത് വേണേൽ ചെയ്യാമല്ലോ. പക്ഷെ സിന്ധു അമ്മ പറ്റാവുന്ന എല്ലാം റിപ്ലൈ നമുക്ക് തരും, എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ മൻസൂർ ഭായിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ മൻസൂർ ഭായി നല്ലൊരു മനുഷ്യനാട്ടോ, നമുക്ക് ഒരു ഡ്രൈവറായിട്ടൊന്നും തോന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളെ പോലെയാണ് നമുക്ക് മൻസൂർ ഭായിനെ തോന്നുക. അപ്പോൾ മൻസൂർ ഭായി ഞങ്ങൾക്ക് നമ്മുടെ ട്രാവൽ ഗൈഡുമായിരുന്നു. മൻസൂർ ഭായിക്ക് വണ്ടിയുണ്ട്. അപ്പോൾ മൻസൂർ ഭായിയുടെ വണ്ടിയിലാണ് നമ്മൾ ഈ എല്ലാ യാത്രകളും ചെയ്യണത്. അപ്പോൾ മൻസൂർ ഭായിനെ ഞങ്ങൾക്ക് ഉമർ പറഞ്ഞ ഒരാളുടെ കോൺടാക്റ്റ് തന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ, ഞങ്ങൾക്ക് ഒരു 10 days ആയിട്ടൊക്കെ വേണം, കാരണം ആദ്യമായിട്ട് വരില്ല, കുറേ വർഷത്തെ പ്ലാനാണ്. അപ്പോൾ നല്ലപോലെ എല്ലാം സുഖിച്ച് കാണണം. അല്ലാണ്ട് ഈ ഗ്രൂപ്പിലൊക്കെ പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം അവർക്ക് രാവിലെ ഒരു ഐറ്റനറി ഉണ്ട്, അതായത് ഇത്ര മണിക്ക് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക, നമ്മൾ അവിടെ പോവുക, ഇവിടെ പോവുക, അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്ക് നമ്മുടേതായ ഒരു സൗകര്യത്തിന് എണീറ്റ്, അതായത് കൂടുതൽ ലേറ്റൊന്നുമല്ല, എന്നാലും നമുക്ക് സൗകര്യം പോലെ എണീറ്റ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് പതുക്കെ അങ്ങ് ഇറങ്ങാം. കാരണം കൂടെ ഒരു മോനുണ്ട്, അപ്പോൾ അവൻ്റെ കൺവീനിയൻസ് കൂടി നോക്കണ്ടേ. അപ്പോൾ ഉമറാണ് ഞങ്ങളുടെ ഈ ഹോട്ടൽ ബുക്കിങ്സും എല്ലാം ഏറ്റെടുത്തത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് രാവിലെ എണീക്കാൻ നമുക്കൊരു ഐറ്റിനറി തന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ ദിവസം ഇവിടെയാണ്, അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, അല്ലാണ്ട് ടൈമൊന്നുമില്ല, ഇത്ര ടൈം തൊട്ടേ അവിടെ പോകാവോ അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഈ സ്ഥലത്തേക്ക് നമുക്ക് ഈ ദിവസം ഇത് ചെയ്യാം, ഈ ദിവസം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഐറ്റിനറി തന്നു. അപ്പോൾ അതാണ് നമ്മുടെ പരിമഹലെത്തി. ഇവിടെ ടിക്കറ്റൊക്കെ എത്രയാണ്, 10 രൂപ അങ്ങനെ എത്രയേ ഉള്ളൂ, 10-30 രൂപ അങ്ങാണ്ടേ ഉള്ളൂ. നല്ലൊരു ഗാർഡനാണ് ഇവിടെയൊക്കെ. എനിക്കൊന്ന് നിറയെ മൂവി ഷൂട്ടിങ്സൊക്കെ നടന്ന സ്ഥലമാണ്. കാരണം കണ്ടാൽ തന്നെ അറിയുള്ളൂ, അത്രയും നല്ല ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും എന്നറിയോ, നല്ല വൈബ്രൻ്റ് ആണ് അവിടെ. പിന്നെ നമുക്ക് എല്ലാം ഇങ്ങനത്തെ കുറേ സ്ഥലത്ത് നമ്മുടെ കശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാം, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം. നല്ല ആ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ
ഒരു വല്ലാത്തൊരു തരം ഭംഗിയാണ് ആ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ പക്ഷേ കുറേ സ്ഥലത്തുണ്ട്. അല്ല ഇവിടെ മാത്രം ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് മൻസൂർ ഭായ് പറഞ്ഞു നമുക്ക് ഇനിയുണ്ടല്ലോ ഫസ്റ്റ് ഡേ അല്ലേ നിങ്ങൾ ആദ്യം സ്ഥലം കാണൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് ആക്ച്വലി ഈ ഫോഗ് ഉള്ള കാരണം ഉണ്ട് ഈ ചുറ്റും അവിടുന്ന് നിങ്ങൾക്ക് വലിയ മൗണ്ടൻ കണ്ടു. അതൊന്നും ആക്ച്വലി ഫോഗ് കാരണം കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നറിയോ. ഈ വീഡിയോയിൽ പകുതി പോലും നമ്മൾ നേരിൽ കാണുന്ന ഭംഗി വീഡിയോയിൽ വരുന്ന തോന്നുന്നില്ല. കാരണം നമ്മളത് നേരിട്ട് കാണണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റൂ. ഇപ്പോൾ മനോഹരമായ ഈ നമ്മുടെ കുറേ ട്രീസും കാര്യങ്ങളും പ്ലാന്റ്സും അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് ആരുടെയോ ഒരു മെഹൽ ഏതൊരു രാജാവിൻ്റെ മെഹലൊക്കെ ആണെന്ന് തോന്നുന്നു. ഹിസ്റ്ററി ഞാനൊന്നും വായിച്ചത് ഞാൻ സ്ഥലമൊക്കെ കണ്ട് നല്ല സുഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മൻസൂർ ഭായ് പറഞ്ഞു അവിടെ തൊട്ട് അടുത്ത് തന്നെ ഏതൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ആഹാരം കഴിച്ചിട്ട് പിന്നെ അടുത്ത നിഷാദ് ബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആക്ച്വലി അത് ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ എനിക്കൊന്ന് നമ്മുടെ സുരേഷ് ഗോപിയുടെ മൂവി കാശ്മീരും അതിനകത്തും അതിൻ്റെ ഒരു സീൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ